ഹലോ, വെൽക്കം ടു ഡെലീഷ്യസ് ഡെലിക്കസീസ്. ഇന്ന് നമ്മളൊരു ഈസി സ്നാക്കാണ് ചെയ്യാൻ പോകുന്നത്, ബീട്രൂട്ട് ബോൾസ്. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. ബീട്രൂട്ട് 2 കപ്പ്, കടലപ്പരിപ്പ് 1/4 കപ്പ്, പെരുംജീരകം 1 ടീസ്പൂൺ, ചുവന്ന മുളക് 3 എണ്ണം, ഗ്രാമ്പൂ 2 എണ്ണം, കറുകപ്പട്ട ഒരു ചെറിയ പീസ്, വെളുത്തുള്ളി 1 അല്ലി, ഓണിയൻ 1 എണ്ണം, തേങ്ങ 1/4 കപ്പ്, കാഷ്യൂനട്ട് 5 എണ്ണം, മല്ലിയില 2 ടേബിൾ സ്പൂൺ, കടലമാവ് 2 ടീസ്പൂൺ, ഓയിൽ ആവശ്യത്തിന്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ തന്നെ നമ്മൾക്കൊരു പാൻ എടുത്തിട്ട് അതിനകത്തേക്ക് 1/4 കപ്പ് കടലപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലേക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് പാകമാണ്. ഇനി നമ്മൾക്കിതെടുത്ത് മാറ്റി വയ്ക്കാം. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അടുത്തതായിട്ട് നമ്മൾ സ്പൈസസ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. മുളക്, ഗ്രാമ്പൂ, കറുകപ്പട്ട, പെരുംജീരകം ഇത്രയും ജസ്റ്റ് ഒന്ന് ചൂടാകും വരെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾക്ക് 1 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ ഓണിയൻ ചോപ്പ് ചെയ്തത് ഇത്രയും ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഒരു 1/4 കപ്പ് തേങ്ങ കൂടെ ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് എല്ലാം ഒന്ന് നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു 5 കാഷ്യൂനട്ട് കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് എല്ലാം നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ എണ്ണ ഒഴിച്ചിട്ടില്ല, ഡ്രൈ റോസ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് ഈ ഓണിയൻ ട്രാൻസ്ലൂസൻ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതെടുത്ത് മാറ്റി തണുക്കാൻ വെച്ചതിന് ശേഷം ഒന്ന് അരച്ചെടുക്കണം. അടുത്തതായിട്ട് നമ്മൾ ബീട്രൂട്ടാണ് വഴറ്റിയെടുക്കാൻ പോകുന്നത്. ബീട്രൂട്ട് ഞാനിവിടെ 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഞാൻ 250 ml കപ്പിൽ ആണ് അളന്നെടുത്തിട്ടുള്ളത്. അപ്പോൾ ബീട്രൂട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ബീട്രൂട്ടിനകത്തുനിന്ന് വെള്ളമെല്ലാം ഇറങ്ങി വന്ന് ഒന്ന് ഡ്രൈ ആകുന്നത് വരെ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കുക. ബീട്രൂട്ടിൻ്റെ ഈ പച്ചച്ചൊവ ഒന്ന് മാറുന്നത് വരെ നമ്മൾ വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതെടുത്ത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമ്മൾ ബീട്രൂട്ടും പിന്നെ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള തേങ്ങ, സ്പൈസസ്, പിന്നെ പരിപ്പ് മിക്സ്ചർ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുകയാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ ലീവ്സ് കൂടെ ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. വേണമെന്ന് വെച്ചാൽ നമുക്ക് കൈ വെച്ചിട്ട് കുഴച്ചെടുത്താലും മതി. അപ്പോൾ ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് 2 ടീസ്പൂൺ കടലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, കടലമാവ്. പിന്നെ കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്യണം. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കണം. കടലമാവ് ചേർക്കുന്നത് നമ്മൾക്ക് ചെറിയ ബോൾസായി ഉരുട്ടിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾക്ക് ഇനി ഇത് ചെറിയ ബോൾസായി ഉരുട്ടിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു സ്പൂണിനകത്ത് ചെറിയ പോർഷൻസ് ആയിട്ട് എടുത്തിട്ട് നമ്മൾക്ക് കയ്യിൽ വെച്ച് ഉരുട്ടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. തീരെ ചെറിയ ബോൾസായിട്ട് ഉരുട്ടുന്നതാണ് നല്ലത്. അപ്പോൾ അത് കുക്കാകാനായിട്ട് ഈസി ആയിരിക്കും. ഇനി നമ്മൾക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും ഓരോരോ ബോൾസായിട്ട് നമ്മൾക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളൊരു മീഡിയം ഫ്ലെയിം തൊട്ട് ലോ ഫ്ലെയിമിൽ മാറ്റി വെച്ചാണ് ഫ്രൈ ചെയ്യേണ്ടത്. ഇതിൻ്റെ അകം അല്ലെങ്കിൽ കുക്കായിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ ബോൾസും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് പതിയെ ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് എല്ലാ സൈഡും നല്ല ഈവനായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതെടുത്ത് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മൾ ബീട്രൂട്ട് ബോൾസ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. എന്നിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ.